ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സ്ഥലം വരെ പോകുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഗൈസ് കല്ലിക്കണ്ടിയിലെത്തി. അപ്പം ഗൈസ് ഇതാണ് കല്ലിക്കണ്ടി. ഇവിടെ ഇപ്പം കല്ലിക്കണ്ടിയിലാണുള്ളത്. കല്ലിക്കണ്ടി ടൗണിലെത്തി. അപ്പോൾ ഇനിയും ഇവിടുന്ന് പാഞ്ഞൂരേക്കാണ് പോകേണ്ടത്. കല്ലിക്കണ്ടി ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗൈസ്, നമ്മൾ കല്ലിക്കണ്ടിയിൽ നിന്ന് വിട്ടു. ഇപ്പം കല്ലിക്കണ്ടി ബ്രിഡ്ജിമിലാണുള്ളത്. ഇതാണ് നമ്മുടെ കല്ലിക്കണ്ടി ബ്രിഡ്ജ്. അപ്പം ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാറാട്ടെത്താനായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഗൈസ് കുറച്ചും കൂടിയേ ഉള്ളൂ പാറാട്ടേക്ക്. അങ്ങ് പാറാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ എത്താനുള്ള ടൈമായി. എത്താൻ നല്ല ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഗൈസ് നമ്മൾ പാറാട്ടെത്തിയിട്ടുണ്ട്. പാറാട്ട് ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വെയിൽ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും യാത്ര ചെയ്യൂ, ആസ്വദിക്കൂ. യാത്ര പോകുന്നതിന് മുൻപും എൻ്റെ വീഡിയോ കാണാൻ മറക്കരുതേ. ഗൈസ് നമ്മൾ ഉമ്മാമൻ്റെ പരിക്കെത്തി. ഗൈസ് ഉമ്മാമൻ്റെ വീട്ടിലെത്തിയിട്ട് ഉമ്മാമ വീഡിയോ ഇല്ല. ഉമ്മാമ വീഡിയോ പോയി. നമ്മൾ മൂഞ്ചി. ഇപ്പം ഗൈസ് ഉമ്മാമൻ്റെ അവിടെ പോയിട്ട് ഉമ്മാമ അവിടെ ഇല്ല. നമ്മൾ പാറാട്ടിൽ നിന്ന് നേരെയായിട്ട് പോകേണ്ടത്. നമ്മൾ കുന്നോത്തറമ്പ് വന്നതാണ് പറ്റിയത്. ഉമ്മാമനെ കാണാൻ തോന്നിയപ്പോൾ വരാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഉമ്മാമ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. ചില അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി, വെറുതെ പോയി വന്നു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൻ്റെ പേരാണ് ക്യൂമാർട്ട്. നമ്മൾ പാറാട്ടും വിട്ട് ഇപ്പോൾ ഉള്ളത് പാനൂർ റോഡാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഗൈസ് നമ്മൾ പാനൂരേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഗൈസ് കാറ്റ് കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ. പോകുന്ന വഴിയിൽ ബിൽഡിംഗ് പാനൂരിൽ നിന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ട്. ദിവസം പാനൂരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാനൂർ ബൈപ്പാസ് എത്തുവാനായി. ഗൈസ് നമ്മുടെ പാനൂർ ബൈപ്പാസ് എത്താനായിട്ടുണ്ട്. പാനൂർ ടൗണിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പാനൂർ എത്തിയിട്ടുണ്ട്. പാനൂർ എത്തിയപ്പോഴാണ് ഇവിടെ ബ്ലോക്ക് കണ്ടിരിക്കുന്നത്. ഫുൾ ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കാണ്. അതിൻ്റെ കൂടെ നല്ല ചൂടും, കത്തിജ്വലിക്കുന്ന ചൂടാണ് ഇവിടെ. കത്തിജ്വലിക്കുന്ന ചൂട്. പാനൂരിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കയറുകയാണ്. ഡ്രസ്സ് ഏതാണുള്ളതെന്നെല്ലാം നോക്കാം. ഡ്രസ്സ് എടുക്കാൻ കയറുന്ന ഷോപ്പിൻ്റെ പേര് നെല്ലൂർ എന്നാണ്. ഞാൻ ഷോപ്പിൻ്റെ ബോർഡ് കാണിച്ചു തരാം. ഇതാണ് ഷോപ്പിൻ്റെ ബോർഡ്. കുട്ടികളുടെ സെലക്ഷൻസ് ആണ് ഇവിടെ.
ഇതെടുത്താലോ? ഇത് നമ്മളിവിടുത്തെ ചേച്ചിയാണിത്. ഇവിടെ ഭയങ്കര ഓഫറാണ്, വേഗം വന്നോ. അവർ പറയുന്ന ഭയങ്കര ഓഫറാണ്. നമ്മൾ ഈ ടീഷർട്ട് എടുത്തു, ഇതെടുത്തു, ഡ്രസ്സ് എടുത്ത് മടക്കലൊടുങ്ങി ചേച്ചി. നമ്മളെടുത്ത ഡ്രസ്സാണിത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പൈസ 1500 എടുത്തോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. നമ്മൾ ഡ്രസ്സിങ്ങും കഴിഞ്ഞ്, ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യാത്രയാവുകയാണ്. ബായ് ബായ് പാനൂർ. ഇതാണ് നമ്മുടെ പാനൂർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ പാനൂർ പർച്ചേസിങ്ങും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസ്, ഈ വീട്ടിലെ കടലാസ് ചെടി കണ്ടോ, നല്ല രസമില്ലേ? അപ്പം ഗൈസ്, നമ്മളൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. നല്ല ഒരു വയനാട് ഫീലിംഗ് ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഗൈസ്, ഇതായിരുന്നു നമ്മുടെ സർപ്രൈസ്. പാനൂർ പോകായിരുന്നു സർപ്രൈസ്. നാളെ ഉണ്ടൊരു ഇതിലും വലിയൊരു സർപ്രൈസ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത സർപ്രൈസ് ആയിരുന്നു ഇത്. ഞാനൊരു സ്ഥലം വണ്ടിയൊക്കെയാണ് പോകുന്നത്, ഇവിടെ മേഖലയാണ്. എന്തു രസാ ഇവിടെയൊക്കെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ ഈ കാട്ടിനുള്ളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ചെറുവാഞ്ചേരി കണ്ണവമാണ് ഈ ഒരു സ്ഥലം. അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ അറിയപ്പെടുന്ന പേരാണ് കണ്ണവം കാട്. അങ്ങനെ നമ്മൾ കണ്ണവം കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് ഈ കണ്ണവം കാടെന്ന് പറയുന്നത്. ഇതിലെ കൂടെ യാത്ര ചെയ്യാനുള്ള വൈബ് വേറെ തന്നെയാണ്. കുറച്ച് നേരം കാടുകളിങ്ങനെ കാണാം. നല്ല അടിപൊളി കാടാണ് കേട്ടോ. വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി, വേറെ എവിടെയും വേണ്ട. അടിപൊളി എന്നെല്ലാം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കണ്ണവം കാടിൻ്റെ ഉള്ളിൽ ഒരു മക്കാമുണ്ട്. ആ മക്കാമിലേക്ക് പോവുകയാണ് നമ്മൾ. കാപ്പി കുടിക്കുകയാണ്. കണ്ണവം കാട് നോക്ക്, എന്താ ഭംഗി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ കണ്ണവം കാട്. നിങ്ങൾക്ക് ഈ ഒരു കണ്ണവം കാട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താടോ കാട്, ഈ ഒരു കാട് കണ്ടോ, എന്താ ഭംഗി. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. കണ്ണവം കാടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടാസ്വദിക്കൂ. കണ്ണവം കാട്, കണ്ണവം കാട്. അടിപൊളി കാടാണ്, നല്ല തണുത്ത കാറ്റും. ഈ പ്രദേശത്ത് വെയിൽ അങ്ങനെ ഉണ്ടാവുകയില്ല, മരങ്ങളായതുകൊണ്ട് നിങ്ങൾ വെയിൽ കാണുന്നുണ്ടോ? കുറച്ചല്ലേ കാണുന്നുള്ളൂ. നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഈ ഒരു ഉണ്ടാവുകയില്ല. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, മറക്കരുത്. ഇങ്ങനെ നമ്മൾ കണ്ണവം കാടിൽ നിന്ന് ഗുഡ് ബൈ പറയുകയാണ്.
ദിസ് ബെസ്റ്റ് മൊമെന്റ്. ഗുജറാത്തി കാതല കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ, മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊളത്തിന് തഞ്ചം പോരണി പഞ്ചാരം അപ്പം കഴിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ.